നമുക്കെല്ലാവർക്കും അറിയുന്ന പാട്ട് പാടിക്കൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ച് ദൈവശക്തിയുടെ ഒരു സ്വാധീനം ഇവിടെ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും കരങ്ങളെ ഒരു സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, യേശുവേ നന്ദി, സ്തുതി, സ്തോത്രം. ഓ ദൈവശക്തിയുടെ വെളിപാടുണ്ടാവട്ടെ, ആത്മശക്തിയാൽ നിറയപ്പെടട്ടെ, ഒരു പുത്തൻ അഭിഷേകത്താൽ ഇന്ന് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. സാത്താന്യ ശക്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. സാത്താന്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനം വഴി ഞങ്ങൾ നേടിയ അധികാരം ഞങ്ങൾ ഇന്ന് പ്രയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ, കരങ്ങളെ കൂപ്പാം. അറിഞ്ഞോ അറിയാതെയോ അജ്ഞത മൂലമോ സത്യദൈവത്തെ വിട്ട് അന്യ ദേവീദേവന്മാരുടെ ആരാധനയിലേക്ക് കടന്നുപോയും അതുവഴി നാശവും ശാപവും കുടുംബത്തിലേക്ക് അസ്വസ്ഥയും വലിച്ചു കയറിയ ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചനം ലഭിക്കണം. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം ക്ഷമിക്കുമെന്ന്. അറിവില്ലായ്മ മൂലം, അജ്ഞത മൂലമാണ് ഇത്തരം പ്രവൃത്തികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ വെറുത്ത് ഉപേക്ഷിക്കുക. ഇത്തരം വസ്തുക്കൾ എന്തെങ്കിലും നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ശരീരത്തിലോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതെല്ലാം ഉപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കുക. തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പൂരം നടക്കുന്ന സമയത്ത് കൈനോട്ടം നടത്തുകയോ ജാതകം എഴുതിക്കുകയോ ഹൊറോസ്കോപ്പ് ചെയ്യിക്കുകയോ കൈരേഖകൾ നോക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കെണിയായി മാറും. ആരെങ്കിലും വീട്ടിൽ ജാതകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തീ കത്തിച്ച് അത് കത്തിച്ച് കളയാം. വേറെ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴുകുന്ന പുഴയിൽ കൊണ്ട് അത് എറിഞ്ഞു കളയുക. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 3 മണി കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായ സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. നമുക്കിപ്പോൾ പാടി ഒന്ന് പ്രാർത്ഥിക്കാം ഒരു വിടുതലിന് വേണ്ടി. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികളുടെ ശക്തികളുടെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മക്കളുടെ മക്കളിൽ തലമുറകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായ വിടുതലും സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാം. യേശു വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടാൻ വരും. എല്ലാ ബന്ധനങ്ങളും തട്ടിത്തകർന്നു പോകണം. ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന സമയത്ത് 10 ബാധകളെ കൊണ്ടുവന്ന് ഫറവോയെ മുട്ടുകുത്തിച്ച ദൈവം, കഠിനമാക്കപ്പെട്ട ഫറവോയുടെ ഹൃദയത്തിനുമേൽ ദൈവശക്തി കടന്നു വന്ന് ചെങ്കടലിനെ പിളർത്തി സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയ പോലെ ഇന്ന് മറ്റൊരു പുറപ്പാടിന്റെ ദിവസമായി മാറട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും പൊട്ടിത്തകർന്നു പോകട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, പാടി പ്രാർത്ഥിക്കാം. സാത്താനോട് കൽപ്പിക്കുക, പിതാവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, സാത്താൻ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കട്ടെ, സാത്താനും സാത്താനി ശക്തികളും വിട്ടുപോകട്ടെ. ഓ ദൈവത്തിന്റെ ആത്മശക്തി കടന്നു വരുന്ന സമയത്ത് പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. സത്യദൈവം, സത്യാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന സമയത്ത് പൈശാചിക ശക്തികൾ വേരോടെ പിഴുതു മാറ്റട്ടെ എന്ന് കൽപ്പിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കട്ടെ, സാത്താനും അവന്റെ സന്തതികളും അവന്റെ പരമ്പരയെല്ലാം നീങ്ങിപ്പോകട്ടെ. ലൂസിഫറും അവന്റെ സൈന്യവും തകർന്നടിയട്ടെ. യേശു സിനഗോഗിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് കൂനിയായി പോയൊരു സ്ത്രീ അവിടെ കടന്നു വന്നു. 18 വർഷമായി മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ സിനഗോഗിൽ കടന്നു വരുന്നു. എങ്കിലും പിശാചിന്റെ ബന്ധനത്തിൽപ്പെട്ട് അവൾ കൂനിയായി പോകുന്നു. യേശു കടന്നു വന്ന് ചോദിച്ചു, ഇവൾ അബ്രഹാമിന്റെ മകളല്ലേ? ഇവളും സ്വതന്ത്രരാക്കപ്പെടണ്ടേ? യേശു അവളുടെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചു. തൽക്ഷണം പൈശാചിക ബന്ധനത്തിൽ മാറുകയും അവൾ നിവർന്നു നിൽക്കുകയും ചെയ്തു. ചില രോഗപീഠകൾ പൈശാചിക ശക്തിയുടെ ദുസ്വാധീനം മൂലമാണെങ്കിൽ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. വിളിക്കുക, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ.
ഈ ജനത്തിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഈ ജനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ശാസിക്കുന്നു. മോശയുടെ ശരീരത്തെ ചൊല്ലിപ്പോലും സാത്താൻ അവകാശവാദം ഉന്നയിച്ചപ്പോൾ മിഖായേൽ മാലാഖ എതിർത്തതുപോലെ ഞങ്ങൾ എതിർക്കുന്നപ്പ ജീവിക്കുന്നവരുടെ മേലുള്ള സാത്താന്യ ശക്തികളുടെ എല്ലാ ദുസ്വാധീനങ്ങളും വിട്ടുപോകട്ടെ. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവകരണക്കായി യാചിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നപ്പ. അഭിഷേകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് പാടാം. ആസക്തികൾ തകരട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ, യേശുവിന്റെ ബലിയാലേ. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ അങ്ങയുടെ കൃപ ചൊരിയണമെന്ന് ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.